പിന്നീട് മാഷ് ഏറ്റു പറഞ്ഞിട്ടുണ്ട്, അത് ഉള്ളൂരിൻ്റെ സ്വാധീനം കൊണ്ട് എഴുതിപ്പോയതാണ് അങ്ങനെയൊക്കെ. ഉള്ളൂര് പെരിയാറിനോടെന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് നീ വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വായിച്ചിട്ടില്ല. പറഞ്ഞു നന്നായി, ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്താ എന്ന് ചോദിച്ചു. അത് വായിക്കാൻ ഇത്തിരി കഷ്ടമാണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉള്ളൂരിൻ്റെ പെരിയാറിനോടെന്ന് പറയുന്ന കവിത വായിച്ചു. ഗംഭീര കവിതയാണ്. മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസമുണ്ടെന്നേ ഉള്ളൂ. ഒരുപാട് ഗവേഷണം നടത്തണം. സംസ്കൃത മലയാളം നിഘണ്ടു അടക്കം ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിച്ച് വേണം അർത്ഥം മനസ്സിലാക്കാൻ. അത് മാത്രം പോരാ, പുരാണവും ചരിത്രവും ഒക്കെ അറിഞ്ഞിരിക്കണം. ടി.എസ്. എലിയറ്റിൻ്റെ കവിതയൊന്നും വായിക്കാൻ ഇത്രയും പ്രയാസമില്ല. അങ്ങനെ ഒരു കവിതയാണ് പെരിയാറിനോട്. വൈലോപ്പിള്ളി മാഷും അങ്ങനെ തന്നെ പെരിയാറിനോടെന്ന് പറഞ്ഞ് ഒരു കവിത എഴുതി. ഉള്ളൂർ ഊന്നൽ കൊടുത്തത് പെരിയാറിനെ കുറിച്ചുള്ള പുരാണത്തിലും പുരാവൃത്തങ്ങളിലും ചരിത്രത്തിലും സംസ്കാരത്തിലും ഒക്കെയാണ്. അതിൻ്റെ ചുറ്റുമുള്ള ജീവിത സംസ്കാരത്തിലും. വൈലോപ്പിള്ളി മാഷും അതുപോലെ തന്നെ ഈ പെരിയാർ എന്ന കവിതയുടെ ഈ പെരിയാർ നദിക്ക് ചുറ്റുമുള്ള ഈ ജീവിതത്തിൻ്റെ സംസ്കാരത്തെയും അതിനെ പെരിയാർ നദി എങ്ങനെ പോഷിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് കൂടുതലും. അങ്ങനെ ആ നദിയെ ഒരു മെറ്റഫറാക്കിക്കൊണ്ട് കേരള സംസ്കാരത്തെ കേരള സംസ്കാരത്തെയും ചരിത്രത്തെയും പുനർനിർവചിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ രണ്ട് കവികളും നടത്തിയത്. അപ്പോൾ ഉള്ളൂരിൻ്റെ പെരിയാറിനോട് എന്നുള്ളതിൻ്റെ പ്രചോദനം കൂടിയിട്ടാണ് മാതംഗ ശുണ്ഠോദ്ഘൃഷ്ടം മഹിഷഘടാകൃഷ്ടം എന്നൊക്കെ മാഷ് സാരംഗ ശാപസ്പൃഷ്ടം തരക്ഷു മുഖാകൃഷ്ടം മാതംഗ ശുണ്ഠോദ്ഘൃഷ്ടം മഹിഷഘടാകൃഷ്ടം എന്നൊക്കെ വൈലോപ്പിള്ളി മാഷ് എഴുതുന്നത് ആ ഉള്ളൂരിൻ്റെ സ്വാധീനത്തിലാണ്. ഞാനെപ്പോഴും പറയുമായിരുന്നു, ഉള്ളൂരിൻ്റെ ഭൂതക്കണ്ണാടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമായിരുന്നു. അപ്പോൾ മാഷ് പറയും ഇങ്ങനെ, ഈ മാഷക്ക് ഇഷ്ടം പ്രേമസംഗീതമാണ് കൂടുതലിഷ്ടം. അതിനെക്കുറിച്ച് ഒരിക്കൽ ചങ്ങമ്പുഴയോട് മാഷ് പറഞ്ഞപ്പോൾ ചങ്ങമ്പുഴ മഹാ അശ്ലീലമായ ഒരു കമൻറ്റ് പറഞ്ഞു അത്രേ. അതായത് ചങ്ങമ്പുഴയുടെ കൃതിക്ക് ഗംഭീരമായ ഒരു അവതാരിക അക്കാലത്ത് എഴുതി കൊടുത്തിട്ടുള്ള ആ ഉദാരമതിയാണ് ഉള്ളൂർ. പക്ഷേ വൈലോപ്പിള്ളി പറഞ്ഞു പ്രേമസംഗീതം ഗംഭീരമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ചങ്ങമ്പുഴയ്ക്ക് മതിപ്പില്ല കവി എന്നുള്ള നിലയിൽ ഉള്ളൂരിനോട്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ തർക്കിച്ചു. അപ്പോൾ വൈലോപ്പിള്ളി മാഷ് ചോദിച്ചു, ഇങ്ങനെ പ്രേമസംഗീതം ഗംഭീര കവിതയല്ലേ, അതൊരു സുപ്രീം പോയറ്റിക് അട്ടറൻസ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ചങ്ങമ്പുഴ മഹാ അശ്ലീലമായൊരു കമൻറ്റ് പറഞ്ഞു അത്രേ. സ്വാമിയാൽ നിരന്തരം ബലാത്സംഗം ചെയ്യപ്പെടുന്ന കൈരളിക്ക് അറിയാതെ ഉണ്ടായ രതിമൂർച്ചയാണ് ഈ പ്രേമസംഗീതം എന്ന് പറഞ്ഞു അത്രേ.